ഒരു അപൂർവ സഹോദര സ്നേഹത്തിൻ്റെ കഥ പറയുന്നു ജിഗര എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ. സത്യ, അങ്കൂർ. കുഞ്ഞുനാളിൽ ഇവരുടെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുന്നു. പിന്നീട് ചേച്ചി സത്യയാണ് അനിയൻ അങ്കൂറിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്കൂർ ഒരു യങ് എൻജിനീയറാണ്. അവനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി അൻഷി ദാവു എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവൻ പിടിക്കപ്പെടുന്നു. അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ്, അവൻ്റെ കയ്യിൽ ഡ്രഗ്സ് വെച്ചെന്ന് പറഞ്ഞിട്ടാണ് അവനെ കൺവിക്റ്റ് ചെയ്യുന്നത്. കോർട്ട് അവന് ഡെത്ത് സെൻറ്റൻസ് വിധിക്കുകയാണ് 3 മാസത്തിനുള്ളിൽ. ആ കൺട്രിയിലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. സത്യ ഉടനെ ആ നാട്ടിലേക്ക് എത്തുന്നു, ലീഗലായിട്ടുള്ള എല്ലാ വശങ്ങളും നോക്കുന്നു. അതൊന്നും നടക്കില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾ വളഞ്ഞ വഴി തേടുന്നത്. വേറെ 2 സുഹൃത്തുക്കളെ കൂടെ അവൾ കിട്ടുന്നുണ്ട്. അവരുടെയും പ്രിയപ്പെട്ട ആൾക്കാർ ജയിലിൽ മരണം കാത്തു കിടക്കുകയാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്യുന്നു, അവരുടെ 3 പ്രിയപ്പെട്ടവരും ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഒരു വഴി ഫ്ലോപ്പായി പോകുന്നുണ്ട്. പിന്നീട് അറ്റ കഴിക്ക് കൊണ്ടുവരുന്ന പ്ലാൻ എന്ന് പറയുന്നത് ആ സിറ്റിയുടെ ജനറേറ്റർ ഓഫ് ചെയ്യിക്കുക, അതോടൊപ്പം തന്നെ ജയിലിലെ ബാക്കപ്പ് ജനറേറ്റേഴ്സ് തയ്യാറാക്കുക, അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുത്തുക. അപ്പോൾ ആ കൂട്ടത്തിൽ മുത്തു എന്ന് പറഞ്ഞൊരാളുണ്ട് അവരുടെ. മുത്തു പഴയൊരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ആ ജയിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ജയിലിൽ 6000 പേരുണ്ട്. നമുക്ക് നമ്മുടെ 3 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി 6000 ക്രിമിനൽസിനെ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇറ്റ്സ് റോങ്. ഞാനിതിന് കൂട്ടു നിൽക്കില്ല. ഉടനെ സത്യ പറയും, നിങ്ങൾ ശരിയാണ്, ഞാൻ തെറ്റാണ്. പക്ഷെ ഞാൻ എന്ന് നിങ്ങളോട് പറഞ്ഞു ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന്? ഞാൻ അങ്കൂറിൻ്റെ സഹോദരിയാണ്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നത് 99 ആടിനെയും വിട്ടിട്ട് ഒന്നിൻ്റെ പിറകെ പോകുന്ന ദൈവത്തെയാണ്. നമ്മുടെ കുറ്റം കൊണ്ടോ നമ്മൾ ചെയ്യാത്ത കുറ്റം കൊണ്ടോ നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മുടെ പിന്നാലെ വരുന്നവനാണ് ദൈവം. അപ്പം നമ്മൾ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ 99നെ വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ദൈവം പറയും, അതെൻ്റെ മോനാ, അതെൻ്റെ മോളാ.